പൈത്തൺ ഗ്രാഫിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെയും തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിലേക്ക് ഈ പ്രോഗ്രാമിനെ മാറ്റി എഴുതണം. എല്ലാ ചോദ്യങ്ങളും ഈ മാതൃകയിലുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ചോദ്യം വായിക്കേണ്ട ആവശ്യമില്ല. ചെയ്തു നോക്കാം. അതിനാദ്യം ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പിന്നീട് പ്രോഗ്രാമിംഗ് എന്ന വിഭാഗത്തിൽ നിന്നും IDLE എന്നത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി പുതിയ ഫയൽ എടുത്ത് വേണം ടൈപ്പ് ചെയ്യുവാൻ. ന്യൂ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയാണ് കോഡുകൾ ടൈപ്പ് ചെയ്യേണ്ടത്. ടൈപ്പ് ചെയ്യുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടി വിൻഡോ ഒന്ന് ക്രമീകരിച്ച് വെക്കുന്നു. ഇനി ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട്. അത് കഴിഞ്ഞാൽ ഒരു സ്റ്റാർ അടയാളം. അതിവിടെ ടൈപ്പ് ചെയ്യുക. എൻ്റർ കീയിൽ അമർത്തുക. അടുത്ത വരി .300. അതും അതിന് താഴെയായി ടൈപ്പ് ചെയ്യുന്നു. വീണ്ടും എൻ്റർ കീയിൽ അമർത്തുന്നു. പെൻ സൈസ് 6. അതും ടൈപ്പ് ചെയ്തു. എൻ്റർ കീയിൽ അമർത്തുന്നു. ഫോർ ഐ ഇൻ റേഞ്ച് 23. അതും ടൈപ്പ് ചെയ്തു. ഈ ചിഹ്നം ശ്രദ്ധിക്കുക. കോളൻ ചിഹ്നമാണിത്. സെമി കോളൻ പാടില്ല. ഇത്രയും വരികൾ ഒരേ ലെവലിലാണ് വന്നിട്ടുള്ളത്. ഇനി എൻ്റർ കീയിൽ അമർത്തുമ്പോൾ മൗസ് പോയിൻ്റർ വന്നു നിൽക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. അവിടെ നിന്ന് തന്നെ അടുത്ത വരി ടൈപ്പ് ചെയ്താൽ മതി. ഇഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ടൈപ്പ് ചെയ്തു. വീണ്ടും എൻ്റർ കീയിൽ അമർത്തുമ്പോൾ മൗസ് പോയിൻ്റർ വന്നു നിൽക്കുന്നത് ഇവിടെയാണ്. അവിടെ നിന്ന് തന്നെ അടുത്ത വരി തുടങ്ങുക. അടുത്ത വരി അവിടെ തന്നെ ടൈപ്പ് ചെയ്തു. എൻ്റർ കീയിൽ അമർത്തുമ്പോൾ വരുന്ന സ്ഥാനത്ത് തന്നെ അടുത്ത വരി തുടങ്ങുക. കളർ ഗ്രീൻ എന്ന അടുത്ത വരി അവിടെ തന്നെ ടൈപ്പ് ചെയ്തു. എൻ്റർ കീയിൽ അമർത്തി. അടുത്ത വരി അവിടെ തന്നെ. എൻ്റർ കീ. ഇവിടെ ശ്രദ്ധിക്കുക. അടുത്ത വരി തുടങ്ങേണ്ടത് ഇവിടെയല്ല, ഒരു ബാക്ക് സ്പേസ് അടിച്ചതിന് ശേഷമാണ്. അതായത് ഈഫിൻ്റെ നേരെ താഴെയാണ്. അടുത്ത വരി അവിടെ ടൈപ്പ് ചെയ്തു. വീണ്ടും എൻ്റർ കീയിൽ അമർത്തുന്നു. അവിടെ തന്നെ അടുത്ത വരി ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീയിൽ അമർത്തുന്നു. ഒടുവിലത്തെ വരി അവിടെയും ടൈപ്പ് ചെയ്തു. ഒരു തരത്തിലുള്ള തെറ്റുകളും വരുത്താതെ വേണം ടൈപ്പ് ചെയ്യുവാൻ. നമുക്ക് ഈ ഫയൽ പ്രവർത്തിപ്പിക്കണം. അതിനു മുമ്പായി ഇതൊന്ന് സേവ് ചെയ്യണം. അതിന് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്യേണ്ട ഫോൾഡർ തിരഞ്ഞെടുക്കണം. x110 സേവ് ചെയ്യേണ്ടത്. x110 ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇനി രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന് പേര് നൽകുന്നു. ഇനി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇതിനെ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അതിനുവേണ്ടി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാം പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യം കാണുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് ഇവിടെ ലഭിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കണമെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം? ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നിറം പച്ചയെന്ന് മനസ്സിലാക്കാം. അതിവിടെ ഗ്രീൻ എന്ന് കാണുന്നുണ്ട്. പച്ച നിറത്തിൻ്റെ സ്ഥാനത്ത് രണ്ടാമത്തെ ഔട്ട്പുട്ടിൽ മഞ്ഞ നിറമാണ് കാണുന്നത്. അതുകൊണ്ട് ഗ്രീൻ എന്നത് മാറ്റിയിട്ട് അവിടെ യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. യെല്ലോ എന്ന് ടൈപ്പ് ചെയ്തു. അതുപോലെ ഇവിടെ ചുവപ്പ് നിറത്തിന് പകരം ഇവിടെ വെള്ള നിറമാണ്. അതുകൊണ്ട് ഇവിടെ റെഡ് എന്നത് മായ്ക്കുന്നു. അവിടെ വൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഫയൽ ഒന്നുകൂടി സേവ് ചെയ്തതിന് ശേഷം പ്രവർത്തിപ്പിച്ച് നോക്കാം. ഫയൽ സേവ് ചെയ്തു. ഇനി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിൽ പ്രോഗ്രാം മാറിക്കഴിഞ്ഞു. അടുത്ത പ്രോഗ്രാം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ആദ്യത്തെ ഔട്ട്പുട്ട് ഇതാണ്. ഇവിടെ കാണുന്ന ഔട്ട്പുട്ടിലേക്കാണ് അതിനെ മാറ്റി എഴുതേണ്ടത്. ഇത് ചെയ്യുവാനായി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാമിംഗ് എന്നതിന് നേരെ IDLE എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പുതിയ ഫയൽ എടുക്കണം. അതിനായി ഫയൽ ന്യൂ ഫയൽ എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ഫയൽ എടുക്കുന്നു. പ്രോഗ്രാം ഇവിടെ മുമ്പ് തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്ത് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. x110 സേവ് ചെയ്യേണ്ടത്. x110 ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇനി രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന രീതിയിൽ പേര് നൽകുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഇനി ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാം പ്രവർത്തിക്കുന്നില്ല, സിൻടാക്സ് എറർ എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. ടൈപ്പ് ചെയ്തതിൽ തെറ്റുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമ്മൾ ടൈപ്പ് ചെയ്ത ഫയലിലേക്ക് പോവുക.
തെറ്റുള്ള ഭാഗം ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ എന്താണ് തെറ്റെന്ന് കണ്ടുപിടിക്കുക. എൽസ് എന്നതിൻ്റെ പൊസിഷൻ തെറ്റാണ്. ഈഫിന് നേരെ താഴെയാണത് വരേണ്ടത്. ഒരക്ഷരത്തിൻ്റെ സ്പേസിന് വ്യത്യാസം വന്നിട്ടുണ്ട് അവിടെ. ഇങ്ങനെ ചെറിയൊരു തെറ്റ് വന്നാൽ തന്നെ പ്രോഗ്രാം പ്രവർത്തിക്കുകയില്ല. സ്പേസിനും ചിഹ്നങ്ങൾക്കും സ്പെല്ലിങ്ങിനുമൊക്കെ ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. ആ തെറ്റ് നമുക്കിവിടെ ഒന്ന് ശരിയാക്കി നോക്കാം. ബാക്ക് സ്പേസ് കീ ഉപയോഗിച്ച് ആ തെറ്റ് ശരിയാക്കുന്നു. ഇനി ഇത് റൺ ചെയ്യുവാനായി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ തെറ്റിയത് കൊണ്ടല്ല മെസ്സേജ് വന്നിരിക്കുന്നത്, സേവ് ചെയ്യുവാനുള്ള മെസ്സേജാണ്. ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും പ്രോഗ്രാം പ്രവർത്തിച്ചു തുടങ്ങി. ഇവിടെ കാണുന്ന ഔട്ട്പുട്ട് നമുക്ക് കൃത്യമായും ലഭിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത് കാണുന്ന മോഡലിലേക്ക് അതിനെ മാറ്റി എഴുതണം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ വയലറ്റ് നിറത്തിന് പകരം ഇവിടെ കറുപ്പാണ്. അതുകൊണ്ട് ഇവിടെ വയലറ്റ് എന്നത് മായ്ച്ചിട്ട് അവിടെ ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്തു. പകുതി ഭാഗം ശരിയായി. സേവ് ചെയ്തിട്ട് ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രവർത്തിക്കുന്നുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ പകുതി ഭാഗം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി ഇവിടെ കാണുന്ന വയലറ്റ് കൂടി നമുക്കൊന്ന് മാറ്റി നോക്കാം. അതും ബ്ലാക്ക് ആക്കുന്നു. ഫയൽ സേവ് ചെയ്യുന്നു. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ഔട്ട്പുട്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. പൈത്തൺ ഗ്രാഫിക്സിലെ മറ്റൊരു ചോദ്യം. ഈ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ഔട്ട്പുട്ട് ഇതാണ്. ആദ്യത്തെ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ ചോദ്യം ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലൊരു തെറ്റുണ്ട്. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുക. ഇനി തുടരാം. ഫയൽ സേവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. സേവ് ചെയ്യുന്നതിനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ X10 ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. ഇനി രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന് ഫയൽ നാമം നൽകുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഫയൽ സേവ് ചെയ്തു. ഇനി ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ശരിയായ രീതിയിലല്ല ഔട്ട്പുട്ട് വരുന്നത്. തെറ്റ് പറ്റിയിട്ടുണ്ട്, പരിശോധിക്കാം. തെറ്റ് ഇവിടെയാണ്. ഐക്ക് പകരം ഇവിടെ 1 എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇവിടെ നോക്കിയാൽ ഇത് 1 ചിലർക്കെങ്കിലും തോന്നാം. ഇങ്ങനെയുള്ള തെറ്റുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ആ തെറ്റ് നമുക്ക് തിരുത്താം. 1 എന്നത് മായ്ച്ചതിന് ശേഷം അവിടെ I എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഫയൽ വീണ്ടും സേവ് ചെയ്യുന്നു. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്തു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ പ്രോഗ്രാം ശരിയായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന ഔട്ട്പുട്ട് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചത്. ഇനി ഇവിടെ കാണുന്ന രീതിയിൽ പ്രോഗ്രാമിനെ മാറ്റി എഴുതണം. ശ്രമിച്ചു നോക്കാം. ഇവിടെയുള്ള പച്ച നിറത്തിന് പകരം ഇവിടെ നീല നിറമാണ്. അതുകൊണ്ട് ഗ്രീൻ എന്നത് മായ്ച്ചതിന് ശേഷം അവിടെ ബ്ലൂ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ചുവപ്പ് നിറമാണ്. അതിന് പകരം ഇവിടെയുള്ള നിറം കറുപ്പാണ്. ഇവിടെ റെഡ് എന്നുള്ളത് മായ്ക്കുന്നു. എന്നിട്ട് ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്തു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഇത് പ്രവർത്തിപ്പിച്ച് നോക്കാം. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിൽ പ്രോഗ്രാം മാറ്റി എഴുതപ്പെട്ടു കഴിഞ്ഞു. അടുത്ത ചോദ്യം. പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പ്രവർത്തിപ്പിച്ച് നോക്കാം. ആദ്യം സേവ് ചെയ്യാം. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്യേണ്ട ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. X10 ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. ഇനി ഫയൽ നെയിം നൽകുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന് ഫയൽ നാമം നൽകി. ഇനി ഇത് സേവ് ചെയ്യുന്നു. പ്രവർത്തിപ്പിക്കുന്നതിനായി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോഗ്രാമിൽ തെറ്റുകളുണ്ട്. അത് കണ്ടെത്തി തിരുത്തേണ്ടതുണ്ട്. ഇവിടെ കളർ എന്നത് നോക്കുക. ശരിയായ സ്പെല്ലിംഗ് ആണത്. അതുപോലെ ഇവിടെയും അതും ശരിയായ സ്പെല്ലിംഗ് ആണ്. എങ്കിലും ഇത് പ്രവർത്തിക്കുകയില്ല. ചോദ്യത്തിൽ കളർ എന്നത് നോക്കുക.
അമേരിക്കൻ സ്പെല്ലിംഗ് ആണ്. യു എന്ന അക്ഷരം അതിലില്ല. അതൊന്ന് തിരുത്തി നോക്കാം. ഇവിടെ യു എന്ന അക്ഷരം മായ്ച്ചു കളയുന്നു. ഇവിടെയും യു മായ്ച്ചു കളയുന്നു. ഫയൽ സേവ് ചെയ്യുന്നു. ഇനി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഇനി പ്രോഗ്രാമിനെ മാറ്റി എഴുതാം. ഇവിടെ പർപ്പിളിന് പകരം ഇതിൽ വൈറ്റാണ്. വയലറ്റിന് പകരം ഇവിടെ യെല്ലോയാണ്. അതുകൊണ്ട് പർപ്പിൾ എന്നത് മായ്ച്ചു കളഞ്ഞതിന് ശേഷം വൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ വയലറ്റ് എന്നത് മാറ്റിയതിന് ശേഷം യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഫയൽ വീണ്ടും സേവ് ചെയ്യുന്നു. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ഔട്ട്പുട്ടിനനുസരിച്ച് പ്രോഗ്രാം മാറിക്കഴിഞ്ഞു. അടുത്ത ചോദ്യം, പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ സേവ് ചെയ്യുന്നു. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്യേണ്ട ഫോൾഡർ തിരഞ്ഞെടുക്കുന്നു. എക്സാണ്ടൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ പേര് നൽകി. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇത് പ്രവർത്തിപ്പിച്ച് നോക്കുന്നു. റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്തു. സിൻടാക്സ് എറർ എന്നാണ് കാണുന്നത്. തെറ്റിവിടെ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പർപ്പിൾ എന്നെഴുതിയെടുത്താണ് പ്രശ്നം. പർപ്പിൾ കഴിഞ്ഞിട്ടുള്ള ഇൻവെർട്ടഡ് കോമ വിട്ടുപോയിരിക്കുന്നു. അത് നമുക്ക് തിരുത്താം. തിരുത്തിക്കഴിഞ്ഞു. ഇനി ഫയൽ സേവ് ചെയ്ത് നോക്കാം. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാം പ്രവർത്തിക്കുന്നുണ്ട്. തന്നിരിക്കുന്ന മാതൃകയിലേതുപോലെ, ഇവിടെ ചോദ്യത്തിലേതുപോലെ തന്നെ ആയിക്കഴിഞ്ഞു. ഇനി ഇവിടെ കാണുന്ന രീതിയിൽ ഈ പ്രോഗ്രാമിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ കളർ ഗ്രേ എന്ന് കാണുന്നു. ഗ്രേ എന്ന നിറം ഇതാണ്. അതിനു പകരം ഇവിടെ മഞ്ഞ നിറമാണ്. അതുകൊണ്ട് ഗ്രേ എന്നത് മാറ്റിയതിന് ശേഷം അവിടെ യെല്ലോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇവിടെ ഡോട്ടിൻ്റെ കളർ പർപ്പിളാണ്. പർപ്പിളിൻ്റെ സ്ഥാനത്ത് ഇവിടെ കറുപ്പാണ് കാണുന്നത്. അതുകൊണ്ട് പർപ്പിൾ എന്നത് ബ്ലാക്ക് ആക്കി മാറ്റണം. ഇവിടെ ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഫയൽ സേവ് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് സേവ് ചെയ്തു. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നു. രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിച്ചു കഴിഞ്ഞു. അടുത്ത പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പ്രവർത്തിപ്പിച്ച് നോക്കാം. അതിനു മുമ്പ് ഇത് ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ വരികളും പ്രത്യേകം ചെക്ക് ചെയ്യുക. ഒരു ഏകദേശ ചെക്കിങ് നടത്തി കഴിഞ്ഞു. അതിൻ്റെ ഫലമായി ഇതിലൊരു തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ എൽസ് എന്നത് നോക്കുക. അതിലൊരു തെറ്റുണ്ട്. ഇതിന് വലത് ഭാഗത്തുള്ള ചിഹ്നം ശ്രദ്ധിക്കുക. കോളൻ ചിഹ്നം ചേർത്തിട്ടില്ല. ചേർത്ത് കൊടുത്തു. പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് ഫയൽ സേവ് ചെയ്യേണ്ടതാണ്. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സാണ്ടൻ ഫോൾഡർ തന്നെയാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഫയൽ നെയിമിൻ്റെ സ്ഥാനത്ത് രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന് പേര് നൽകുന്നു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാം ശരിയായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഡോട്ടിന് ബ്ലാക്ക് എന്നാണ് കളർ കാണുന്നത്. രണ്ട് ഡോട്ടിനും ബ്ലാക്ക് തന്നെയാണ് നിറം. പിന്നെ ഇവിടെ കളർ വയലറ്റ് എന്ന് കാണുന്നു. വയലറ്റ് എന്ന ഭാഗം ഇതാണ്. ഇവിടെ അതിനു പകരം യെല്ലോയാണ്. അതുകൊണ്ട് വയലറ്റ് എന്നത് യെല്ലോ ആക്കുന്നു. യെല്ലോ എന്ന് ടൈപ്പ് ചെയ്തു. പിന്നെ ഇവിടെ കാണുന്ന നിറം ശ്രദ്ധിക്കുക. അത് പിങ്കാണ്. ഇവിടുത്തെ പിങ്ക് നിറത്തിന് പകരം ഇവിടെ നൽകിയിരിക്കുന്നത് ഓറഞ്ച് നിറമാണ്. അതുകൊണ്ട് ഇവിടെ പിങ്ക് എന്നത് മായ്ച്ചതിന് ശേഷം അവിടെ ഓറഞ്ച് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഫയൽ സേവ് ചെയ്യുന്നു. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ഔട്ട്പുട്ട് കിട്ടുന്ന തരത്തിൽ നമ്മളുടെ പ്രോഗ്രാം മാറിക്കഴിഞ്ഞു. അടുത്ത പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് സേവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നത്. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്യേണ്ട ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. എക്സാണ്ടൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന് പേര് നൽകി. ഇനി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ആദ്യത്തെ പാറ്റേൺ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇവിടെ നോക്കുക. ഗ്രേ വയലറ്റ് എന്നീ രണ്ട് നിറങ്ങളാണ് ഇതിലുള്ളത്. ഇവിടെ ഗ്രേ നിറം വന്നിട്ടുള്ളത് ബോർഡറിനാണ്.
വയലറ്റ് നിറം വന്നിട്ടുള്ളത് ഫിൽ കളറിനാണ്. എന്നാൽ ഇതിൽ ബോർഡറിന് ഗ്രേ അല്ല, കറുപ്പ് നിറമാണ്. വയലറ്റിന് പകരം ഫിൽ കളറായി വന്നിട്ടുള്ളത് യെല്ലോയാണ്. അപ്പോൾ വയലറ്റിന് പകരം യെല്ലോ കൊടുക്കണം, ഗ്രേയ്ക്ക് പകരം ബ്ലാക്കും കൊടുക്കണം. ഗ്രേ എന്നത് മായ്ച്ചിട്ട് അവിടെ ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. വയലറ്റ് എന്നത് മായ്ച്ചിട്ട് അവിടെ യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഫയൽ സേവ് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിൽ പ്രോഗ്രാം മാറിക്കഴിഞ്ഞു. അടുത്ത ചോദ്യം, ഒരു പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം സേവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. x110 ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. x110 സെലക്ട് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. ഇനി രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ പേര് നൽകുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. പ്രവർത്തിപ്പിക്കുവാനായി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒന്നാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിൽ പ്രോഗ്രാം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ പിങ്ക് എന്നത് മായ്ച്ചതിന് ശേഷം ഓറഞ്ച് എന്ന് ടൈപ്പ് ചെയ്യുന്നു. കാരണം ഇവിടെ പിങ്കിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഓറഞ്ചാണ്. ഇനി പർപ്പിളിൻ്റെ സ്ഥാനത്ത് ഇവിടെ ബ്ലാക്കാണ്. അതുകൊണ്ട് പർപ്പിൾ എന്നത് മായ്ച്ചതിന് ശേഷം അവിടെ ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഫയൽ സേവ് ചെയ്യുന്നു. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ നമ്മൾ സേവ് ചെയ്തതിൽ എറർ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടി സേവ് ചെയ്യാം. രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിൽ പ്രോഗ്രാം മാറിക്കഴിഞ്ഞു.